മനസ്സിലായി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉണ്ണിയപ്പക്കടയിലാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം എനിക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് അയച്ചു കൊടുക്കണം. പിന്നെ എനിക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെയും അതിമധുരമായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ ന്യൂസിലൊക്കെ, അതായത് സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നെയും എൻ്റെ മകനെ കുറിച്ച് സിറാജ് പ്രതിവാരത്തിൽ ഒരു ന്യൂസ് വന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ആ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ദാ എൻ്റെ കയ്യിൽ സിറാജിൻ്റെ ആ ഒരു പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഉസ്താദ് കൊണ്ട് തന്നതാണേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസൊക്കെ വന്നു എന്ന് അറിയുമ്പോൾ ഇത് ഭയങ്കര സന്തോഷം തന്നെയാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഒരിക്കലും വിചാരിച്ചതല്ല ഉസ്താദിനെ കാണാൻ പറ്റുന്നു, അവനെ ആ ഉസ്താദിൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ദൈവം എവിടെയെങ്കിലും ഒരു വിധി ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് ഉസ്താദിനെ കാണാനും ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. ഞങ്ങളൊന്നും ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കാനൊന്നും ഞങ്ങളൊന്നും പോരാ, മനസ്സിലായോ? ഒന്നുകൊണ്ടും ഞങ്ങൾ പോരാ. വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ കൈ പിടിക്കാൻ തന്നെ ഞങ്ങൾ അർഹതപ്പെട്ടവരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം എന്തോ ഞങ്ങൾക്ക് ആ ഒരു വിധി തന്നു. അതിൽ ഞാനും അത്രത്തോളം സന്തോഷവതിയാണ്. കാരണം ദൂരെ നിന്ന് കാണുന്ന ഉസ്താദിനെ ഒരു എന്താ പറയുക, അത്രയും അടുത്ത് നിന്ന് കണ്ട ഒരു സന്തോഷവും, എൻ്റെ മകനെ ഉസ്താദിനെ കൈതൊടാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടി. പിന്നെ കുറേ ആളുകൾ നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും നെഗറ്റീവായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എന്താ പറയുക, അതൊന്നും ഞാൻ പറയുന്നില്ല. നല്ലത് എത്രയോ ആളുകൾ പറയുന്നു. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ മാത്രം പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. നീ നന്നായി പറ്റുക, നീയും നിന്റെ മകനും നിന്റെ കുടുംബവും നന്നായിരിക്കട്ടെ, നിന്റെ കടങ്ങൾ തീരട്ടെ, നിന്റെ പ്രശ്നങ്ങൾ തീരട്ടെ. ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഓർഡർ ചെയ്യുന്നത് അവർക്ക് ഉണ്ണിയപ്പം ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നെ സഹായിക്കുകയാണ്. 10 രൂപ വെച്ചിട്ട് 200 രൂപ വെറുതെ തരണ്ടല്ലോ, 20 എണ്ണമെങ്കിൽ 20 എണ്ണം ആ കുട്ടിയുടെ കുടുംബം നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് തരുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അതിന് പോലും മനസാക്ഷിയില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കൾച്ചർ അങ്ങനെയായിരിക്കും. ഒരിക്കൽ ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോഴേ, അതായത് നമ്മുടെയൊക്കെ അവസ്ഥ ഇതുപോലെ വരുമ്പോഴേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. പുറമെ നിന്ന് കാണുന്ന കാഴ്ചക്കാർക്ക് എന്തും പറയാം, പക്ഷേ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എന്താണെന്ന് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. എന്തായാലും എനിക്ക് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കാനും എന്നെ സമാധാനിപ്പിക്കാനും കഴിയുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. ഞാൻ ഒരു സമയത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വരെ എന്നെ ഒരു വാക്കുകൊണ്ട് എന്നെ പിന്തിരിപ്പിച്ച ആളുകളാണ് നിങ്ങളെല്ലാവരും. ആ ആളുകളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. എൻ്റെ കുടുംബം പോലെയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കണം ഈ അവസരത്തിൽ. നന്ദി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഉണ്ണിയപ്പം വേണ്ടവരെന്തായാലും ഒന്ന് ഓർഡർ ചെയ്യുക. അതൊരു സഹായമായിരിക്കും എനിക്ക്.